ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തത്തിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങൾ, പിന്നീട് അത്തത്തിൻ്റെ അന്ന് പൂവിടുന്നത് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. 2 ദിവസത്തെയും കൂടി ചേർത്തിട്ടുള്ളൊരു ഒറ്റ വ്ളോഗാണ്. അപ്പോൾ ഇതാ ഞാൻ അത്തത്തിൻ്റെ തലേ ദിവസം രാവിലെ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഇവിടെ ഇങ്ങനെ കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ടൊരു വെറുതെ ഒരു വട്ടം ഉണ്ടാക്കുന്നേ ഉള്ളൂ, വല്ലാതെ തറ പോലെ കെട്ടി ഉയർത്തണമൊന്നുമില്ല. വെറുതെ ആ മുറ്റത്തിടുന്നതിന് പകരം ഒന്ന് മിനുസപ്പെടുത്താണ് മണ്ണ് വെച്ചിട്ടെന്ന് മാത്രം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ചാണകം ഇതാക്കി കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയിലിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനാണെങ്കിൽ ഇവിടുത്തെ മണ്ണ് മൊത്തം ഈ കല്ല് ഉള്ള മണ്ണാണ് കേട്ടോ. അപ്പോൾ അത് ഒരു മിനുസം കിട്ടണില്ല. അപ്പോൾ ഞാനിങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ട് വീടിൻ്റെ പുറകിൽ കുറച്ച് നല്ല മണ്ണ് കണ്ട പോലെ എനിക്ക് തോന്നി. അപ്പോൾ അവിടെ വന്നിട്ട് കളിച്ചിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് വീണ്ടും ഒന്ന് പോയിട്ട് അതൊക്കെ ഒന്ന് മിനുസപ്പെടുത്തി സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് മണ്ണെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ചാണകം കൊണ്ടുവന്ന് വയ്ക്കണം. ഞങ്ങൾ ഇങ്ങനെ ചാണകം ഇട്ടിട്ടൊക്കെയാണ് കേട്ടോ പൂവിടാൻ. ഇങ്ങനെ കയ്യിലൊക്കെ മണ്ണാക്കി തറയൊക്കെ കെട്ടിയ കാലം മറന്നുപോയിട്ടോ. ഒരുപാട് മുന്നേ ചെയ്തത്, അപ്പം അടുത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ഇങ്ങനൊരു രൂപമാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ വൃത്തിക്കൊക്കെ ചെയ്ത് കഷ്ടപ്പെടണമെന്നില്ല, എത്ര മതിയെന്ന് വിചാരിച്ചു. കാരണം മഴ പെയ്താൽ ചിലപ്പോൾ ഇത് പോകാൻ സാധ്യതയുണ്ട്, കാരണം അവിടെ മഴ നനയുന്ന സ്ഥലമാണ്. പിന്നീട് വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3 മണി ആ സമയമായപ്പോഴേക്കും ചാണകം എടുക്കാൻ പോയിട്ടോ. അതിന് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ. ഇവർ വേറെ സ്ഥലത്ത് പോയി വരുന്ന വഴിയാണ്. അങ്ങനെ നേരെ അവർ ചാണകം എടുത്തിട്ട് ഇനി വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാട്ടോ. ഈ വീടിൻ്റെ കുടിയിരിപ്പ് ഇപ്പോൾ അടുത്താണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരുടെ പഴയ വീട് എന്ന് പറയുന്നൊരു ചെറിയ വീടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ഒരുപാട് പഴയതായതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് വീടൊക്കെ വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവർ ചാണകം എടുത്ത് തന്നു കേട്ടോ, ഓരോ കവറിൽ. അപ്പോൾ ഞങ്ങൾ കവറിൽ തൂക്കി പിടിച്ച് കൊണ്ടുപോകുന്ന അത്രയാണ് കൊണ്ടുപോകുന്നുള്ളൂ. റോട്ടിൽ കൂടെയൊക്കെ ബക്കറ്റിലൊക്കെ തോനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ ഇവിടെ ഒരാളത് ക്യാമറയ്ക്ക് നോക്കാതെ നിൽക്കുന്ന ആളെ ഞാൻ നോക്കിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ 2 കുട്ടി കവറുകളിൽ ചാണകമൊക്കെ ഇട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ വഴിയിൽ ഇതാ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ, വീഡിയോസൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ എന്നോട് പറയായിരുന്നു കേട്ടോ. അന്ന് ശരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോരുകയാണ്. അപ്പോഴാണെങ്കിൽ ജനത സ്കൂൾ വിട്ടിട്ടുണ്ട് ഇവിടെ അടുത്തുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ തിരക്കി ബസ്സിൽ കയറുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണാൻ പോകുന്നത്. പിറ്റേ ദിവസം ഞാൻ പൂടാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടനെ കൊണ്ടുപോകാനുള്ള ഭക്ഷണവും കാര്യമൊക്കെ കൊടുത്തയച്ചതിന് ശേഷമാണ് ഞാൻ പൂടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഉണ്ണീനെയാണ് വീഡിയോ എടുക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവൾക്കത് എടുക്കുക അത്രേണ്ട അറിയാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഇളകുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ പുറകുവശത്താണെങ്കിൽ മത്തനാണോ കുമ്പളനാണോ അറിയില്ല, അങ്ങനെ ഏതോ ഒരു ഒറ്റ പൂവ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചുട്ടോ, കാരണം അതൊക്കെ അപൂർവമായിട്ടല്ലേ നമുക്ക് കിട്ടുള്ളൂ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ മത്തനും കുമ്പളിനൊക്കെയാണ് നിറച്ചിടാറ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇതൊക്കെ ആയിരുന്നു കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ പാടത്ത് കിട്ടുന്ന ഒരു ചാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പൊട്ടിക്കാനിടാൻ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ. ചിലരൊക്കെയാണ് കേട്ടോ ഇതിനോടൊക്കെ താല്പര്യമുള്ളവരുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് ചെമ്പരത്തിയാണുള്ളത്. അപ്പോൾ ചെമ്പരത്തി നിറയെ പൊട്ടിച്ചു. എൻ്റെ പിന്നാലെ കുട്ടികളുണ്ട് കേട്ടോ സഹായത്തിന്. അതുപോലെ തന്നെ നമ്മുടെ ഈ തൊടികളിലൊക്കെ ഒരു വെള്ളപ്പൂ കാണല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് കണ്ടപ്പോൾ അതും കുറച്ച് എടുത്തിട്ട് വന്നു. പിന്നെ ചാണകം, നമ്മുടെ മെയിൻ പണി ഇവിടെ ചാണകം തേക്കുക. ശരിക്കും ചിലർ ചാണകം തറ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ തേച്ചിടും തോന്നുന്നു. അപ്പോൾ ഉണങ്ങിയിട്ട് നല്ല സുഖമായിട്ട് ഇടുക. പക്ഷേ ഞാനൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇടുന്ന ആ സമയത്ത് തന്നെ ചാണകം തേക്കുക എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ പറിച്ച് വെക്കുന്ന സമയത്ത് അതവിടെ അങ്ങനെ നന്നായി ഒട്ടിരിക്കാൻ ഒരു നനവുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു കേട്ടോ അങ്ങനെ ചാണകം തേക്കണത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇന്നൊക്കെ മൊത്തത്തിൽ പൂക്കൾ അരിഞ്ഞിടാന്ന് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുന്നേ ചാണകം തേച്ചിട്ട് ഉണങ്ങിയാൽ സുഖമായിട്ടിടാം. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുക കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതങ്ങനെ പൂടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ട് ഉണ്ണിയുടെ കൂടെ 2 അനിയത്തിമാർ ഇരിക്കുന്നുണ്ട്. ഇതിനിടയിൽ അവർ 3 ആളും കൂടിയിട്ട് ഈ പൂക്കളത്തിലേക്ക് വീണു. അവിടെ ഞാൻ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒതുക്കിയിരുത്തിയിരിക്കുകയാണ് കേട്ടോ. കൂടുതൽ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് തരാതെ പോകും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചീത്തയൊന്നും പറഞ്ഞില്ല.
അപ്പോൾ എല്ലാവരും വീടുകളിൽ അത്തപ്പൂക്കളൊക്കെ ഒരുക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഓണവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പൂക്കളത് അവസാനം എങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.